തെന്നിന്ത്യൻ താരസുന്ദരിയാണ് തമന്ന ഭാട്ടിയ. തെലുങ്ക്, തമിഴ്, ഹിന്ദി സിനിമകളിൽ താരം തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. മലയാള സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് തമന്ന. 80-ലധികം സിനിമകളിൽ അഭിനയിച്ച അവർ അനവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളുമൊക്കെ നേടിയിട്ടുണ്ട്. 1989 ഡിസംബർ 21 ബോംബെയിലാണ് തമന്ന ജനിച്ചത്. ചാന്ദ് സാ റോഷൻ ചെഹേര എന്ന ഹിന്ദി ചിത്രത്തിലൂടെയാണ് തമന്ന തന്റെ അഭിനയ ജീവിതം ആരംഭിച്ചത്. ശ്രീ എന്ന ചിത്രത്തിലൂടെ തെലുങ്ക് സിനിമയിലും ഏടി എന്ന സിനിമയിലൂടെ തമിഴ് സിനിമയിലും അവർ അരങ്ങേറ്റം കുറിച്ചു. 2007 ഹാപ്പി ഡേയ്സ്, കല്ലൂരി എന്ന ചിത്രങ്ങൾ അവരുടെ അഭിനയ ജീവിതത്തിന്റെ വഴിത്തിരിവായി. ഏതൊരു താരത്തെയും പോലെ തമന്നയും ഗോസിപ്പുകളിൽ നിന്നും വിമുക്തയൊന്നുമല്ല. ഇപ്പോൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം അബ്ദുൾ റസാഖുമായി ബന്ധപ്പെട്ടുള്ള കിംവദന്തികളും ഗോസിപ്പുകളുമാണ് തമന്നയെ വേട്ടയാടുന്നത്. താരം ഇപ്പോൾ അതേക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ്. വിജയ് വർമ്മയുമായുള്ള 2 വർഷത്തെ ബന്ധം അവസാനിപ്പിച്ചു എന്ന വാർത്തയ്ക്ക് പിന്നാലെയും പല പ്രചരണങ്ങളും ഉണ്ടായി. പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം അബ്ദുൾ റസാഖുമായി തമന്ന വിവാഹിതയാകുന്നു എന്ന വാർത്തകൾക്ക് അല്പം പഴക്കമുണ്ട്. ഈ വാർത്തയോട് ഇപ്പോൾ തമന്ന പ്രതികരിച്ചിരിക്കുകയാണ്. സത്യത്തിൽ വളരെ ലജ്ജാകരമാണ് ഇത്തരം പ്രചരണങ്ങളെന്ന് താരം പറയുന്നു. ഇന്റർനെറ്റ് ലോകത്ത് ഞാൻ അബ്ദുൾ റസാഖിനെ വിവാഹം ചെയ്തിരിക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തെ കണ്ടത് ഒരു ജ്വല്ലറി സ്റ്റോറിലാണ്. അതിന്റെ ഉദ്ഘാടനമായിരുന്നു. അത് ഏത് സ്ഥലത്താണെന്ന് പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ലെന്ന് തമന്ന പറയുന്നു. അബ്ദുൾ റസാഖ് മാത്രമല്ല, ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിയുമായും തമന്നയെ ബന്ധപ്പെടുത്തി അനവധി വാർത്തകൾ ഉണ്ടായിരുന്നു. താൻ ഒരിക്കൽ മാത്രമേ കോഹ്ലിയെ കണ്ടിട്ടുള്ളെന്നും പിന്നീട് ഇതുവരെ കണ്ടിട്ടില്ലെന്നും ഇത്തരം പ്രചരണങ്ങളിൽ വിഷമമുണ്ടെന്നുമാണ് തമന്ന അന്ന് പറഞ്ഞത്. ഓരോരോ കിംവദന്തികൾ പ്രചരിക്കുന്നത് കേട്ടാൽ താൻ പുരുഷന്മാരെ തേടി പോവുകയാണെന്ന് തോന്നും. വ്യക്തിപരമായ വിഷയങ്ങളിൽ ഇത്തരം അടിസ്ഥാനമില്ലാത്ത വാർത്തകൾ വരുന്നത് എനിക്ക് ഇഷ്ടമില്ല. ഞാനിപ്പോൾ സിംഗിളാണ്. എൻ്റെ മാതാപിതാക്കൾ എനിക്ക് വേണ്ടി ആരെയും തിരയുന്നുമില്ല. ഒരു ദിവസം ഒരു നടനുമായി, അടുത്ത ദിവസം ക്രിക്കറ്റ് കളിക്കാരനുമായി, ഇപ്പോൾ ഒരു ഡോക്ടറുമായി ഇങ്ങനെയുള്ള കിംവദന്തികൾ പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങളൊന്ന് ഓർക്കണം, ഞാൻ ഭർത്താവിനെ തേടി അലയുന്ന ഒരു സ്ത്രീ അല്ല എന്ന് തമന്ന തറപ്പിച്ചു തന്നെ പറയുകയാണ്. പാകിസ്ഥാന്റെ ഇക്കാലത്തെ മികച്ച ഓൾ റൗണ്ടർമാരിൽ ഒരാളാണ് 43 വയസ്സുള്ള അബ്ദുൾ റസാഖ്. അദ്ദേഹം 46 ടെസ്റ്റിലും 265 ഏകദിനത്തിലും 32 ട്വന്റി മത്സരങ്ങളിലും പാകിസ്ഥാന് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഇത്തരം വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള കഴിവ് തൻ്റെ അനുഭവങ്ങളിലൂടെ ലഭിച്ചെന്ന് തമന്ന പറയുന്നു. ഒരു അഭിനേതാവ് എന്ന നിലയിൽ പ്രേക്ഷകർ എൻ്റെ അഭിനയത്തെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ്. എന്നാൽ ഇതൊക്കെ തികച്ചും വ്യക്തിപരമായ കാര്യങ്ങളാണെന്ന് താരം പറയുന്നു. അതുപോലെ തൻ്റെ സൗന്ദര്യ സംരക്ഷണത്തെക്കുറിച്ചും സൗന്ദര്യ ചികിത്സകളെക്കുറിച്ചും അവർ മനസ്സ് തുറന്ന് സംസാരിച്ചു. ആൻറ്റി ഏജിങ് സ്കിൻ കെയർ വളരെ നേരത്തെ തന്നെ തുടങ്ങണമെന്നും താൻ 25-ാം വയസ്സ് മുതൽ സ്കിൻ കെയർ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്നും തമന്ന പറയുന്നു. ചിലർക്ക് പ്രായമാകുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ കഴിയും. എന്നാൽ എല്ലാവർക്കും അതുപോലെ ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നില്ല. ചിലർക്കത് പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. മുഖത്തുൾപ്പെടെ പ്രായം തോന്നിക്കുന്നത് കുറയ്ക്കാനായി സൗന്ദര്യ ചികിത്സകളും ചർമ്മ സംരക്ഷണ വസ്തുക്കളും ചിലർ തിരഞ്ഞെടുക്കും. അതിൽ തെറ്റ് പറയാൻ പറ്റില്ലെന്നും നടി വ്യക്തമാക്കി. സൗന്ദര്യത്തിൻ്റെ പിന്നിൽ ചർമ്മ സംരക്ഷണം മാത്രമല്ലെന്നും അതിൻ്റെ പിന്നിൽ ജീവിതചര്യയുമുണ്ടെന്ന് തമന്ന പറയുന്നു. ഡയറ്റിങ്ങും നല്ല ഉറക്കവും ആവശ്യമാണ്. തൻ്റെ ചർമ്മത്തിന് ആവശ്യമുള്ള വസ്തുക്കൾ എന്താണെന്നും ഒഴിവാക്കേണ്ട വസ്തുക്കൾ എന്താണെന്നും വളരെ വർഷങ്ങളെടുത്താണ് മനസ്സിലാക്കിയതെന്നും തമന്ന പറയുന്നു. അതുപോലെ തന്നെ ബോട്ടോക്സ് പോലുള്ള സൗന്ദര്യ ചികിത്സകൾ വിലക്കപ്പെട്ടതൊന്നുമല്ലെന്നും പുതിയ തലമുറയിലെ കുട്ടികൾ ഇതിനെക്കുറിച്ച് തുറന്ന സമീപനമുള്ളവരാണെന്നും തമന്ന പറയുന്നു. തൻ്റെ പുതിയ ചിത്രമായ വൻ എന്ന ചിത്രത്തിന്റെ തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ തമന്ന. ദീപക് മിശ്രയും അരുണാബ് കുമാറും ചേർന്ന് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ സിദ്ധാർത്ഥ് മൽഹോത്രയും അഭിനയിക്കുന്നുണ്ട്. മധ്യ ഇന്ത്യയിലെ നിഗൂഢമായ വനപ്രദേശങ്ങളിൽ ചിത്രീകരിക്കുന്ന വൻ ഇന്ത്യൻ നാടോടി കഥകളിൽ വേരൂന്നിയതാണ്. അടുത്ത വർഷം മെയ് 15 ചിത്രം റിലീസ് ചെയ്യും.